അത് നിങ്ങൾ ഈ POV ചിന്തിക്കുമ്പോഴാണ് എല്ലാവർക്കും ഇവന് ഇഷ്ടപ്പെടേണ്ടതാണല്ലോ, പിന്നെ എന്താ അവരെന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് കൃത്യമായ കാരണമുണ്ട്. ഇതൊക്കെ എതിരാണ്. മനസ്സിലായോ? ഇതൊന്നും നല്ലതല്ല സത്യം പറഞ്ഞാൽ. മീൻസ് ഹറാം, മനസ്സിലായില്ലേ? ഹറാം എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. ഇതെന്തൊക്കെ ചെയ്താലും ഇതൊക്കെ ഹറാമാ, മനസ്സിലാവും. അപ്പം ഈ ഹറാമെന്ന് ഉണ്ടാക്കുന്ന ഒരു പൈസ പോലും അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്സും നമുക്ക് വേണ്ടാന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ, ഇപ്പം തൊപ്പിയാണെങ്കിൽ കൂടുതൽ ആക്റ്റീവ് യൂട്യൂബിലും സ്ട്രീമിങ്ങിലൊക്കെ ആണെങ്കിലും ഇപ്പം തൊപ്പിയുടെ ഒരു ചെറിയൊരു വീഡിയോ കട്ട് ആയിക്കോട്ടെ, അതിപ്പം ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോമിലിട്ടാലും അത് ഭയങ്കര റീച്ചാണ്, ഭയങ്കര വൈറലാണ്. എനിക്ക് തോന്നുന്നു തൊപ്പി ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ അധികം വേറെ പ്ലാറ്റ്ഫോംസിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. അങ്ങനെ ലൈക്ക് പ്ലാറ്റ്ഫോം യൂട്യൂബിൽ തൊപ്പി സ്ട്രീം സ്ട്രീം ചെയ്യും. ചെയ്യും. പിന്നെ ഞാൻ കൂടുതലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലാണ് ആക്റ്റീവ്. ഞാൻ അങ്ങനെ അധികം റീൽസ് ഇടലില്ല ഇപ്പം. പക്ഷെ ഇപ്പം തൊപ്പിന്റെ ലൈവിൽ നിന്നുള്ള ചെറിയ കട്ട്സ് ഒക്കെ അതെ, ഞാൻ ആണെങ്കിലും വേറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പോയി ഇപ്പം യൂട്യൂബിലായാലും, യൂട്യൂബ് അല്ലാണ്ട് വേറെ യൂട്യൂബിനെ കമ്പീറ്റ് ചെയ്യുന്ന കുറേ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. റൂട്ടർ, ലോക്കോ, കിക്ക്, വേറെ കുറേ ഉണ്ട്, ട്വിച്ച്, ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, മനസ്സിലാവും. അപ്പം നമ്മളെ ഇങ്ങനെ ആസ് എ സ്ട്രീമർ ഇങ്ങനെ കോൺട്രാക്ട്സ് കിട്ടും ഓരോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ. അപ്പോൾ ഞാൻ അവിടെ പോയി സ്ട്രീം ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് വന്ന് കാണുന്ന വ്യൂവേഴ്സ് കട്ട് ചെയ്തിട്ട് എൻ്റെ കട്ടിങ്സ് എടുത്ത് ഇൻസ്റ്റയിലും ടിക്ടോക്കിൽ ഇതിലൊക്കെ ഇടുന്നതാണ്. അല്ലാണ്ട് ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല. ഞാൻ ഈ ഇൻസ്റ്റയോ ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് ഞാൻ 1-2 റീൽസ് ഇടാൻ തുടങ്ങിയത്. അതും ഞാൻ കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്ത്, ഇങ്ങനെ മാനേജിങ് ടീമിനെ ഹയർ ചെയ്തപ്പം അവരെന്നെ എടുത്ത് ഇടുന്നതാണ്. അല്ലാണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ സ്ട്രീമോ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വ്ളോഗോ സ്ട്രീമോ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ഈ റീൽസോ ഈ പരിപാടിയൊന്നും ഞാൻ ചെയ്യലില്ല പൊതുവെ. അപ്പോൾ അവർ കാണുന്ന വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഫാൻ പേജുകൾ അവർ കട്ട് ചെയ്ത് ക്ലിപ്പിങ്സ് ആക്കിയിട്ട് ഇടുന്നതാണ്. അത് ആക്ച്വലി നല്ലതാണ്. കാരണം അധികം ക്രിയേറ്റേഴ്സും ഇത് സമ്മതിക്കൂല. അധികം ക്രിയേറ്റേഴ്സും ഈ നമ്മൾ പ്ലാറ്റ്ഫോം സ്ട്രീം ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇടാൻ സമ്മതിക്കൂല, കോപ്പിറൈറ്റ് അടിച്ചു കൊടുക്കും. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ സ്ട്രീമിങ് തുടങ്ങുന്ന മുതൽ ഞാനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് എൻ്റെ കട്ടിങ്സ് ആരെടുത്തിട്ടാലും കോപ്പിറൈറ്റ് കൊടുക്കാണ്ട്, അതായത് യൂട്യൂബിലല്ല, ഇൻസ്റ്റയിലോ ടിക്ടോക്കിൽ ഇങ്ങനെയുള്ള റീൽസ് ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം എൻ്റെ ലൈവിലുള്ള കട്ടിങ്സ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മളത് എടുത്ത് ഇടും. അങ്ങനെ സ്ട്രൈക്ക് പേടിക്കൂല. അങ്ങനെ സ്ട്രീമിങ് തുടങ്ങുന്ന ടൈം തന്നെ ഞാനൊരു ഒരു ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു 10-50 പേരോ 50-40 പേരെ ഹയർ ചെയ്തു. അതായത് എൻ്റെ സ്ട്രീമിലുള്ള കട്ടിങ്സ് എടുത്ത് പുറത്ത് പോയി നിങ്ങൾ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് 10-50 പേരെ ഞാൻ സെറ്റാക്കി. അങ്ങനെ ഫുള്ളൊരു സ്ട്രാറ്റജി വെച്ച് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഇതിങ്ങനെ ഡെവലപ്പായി ഇപ്പം ഒരു എന്താ പറയുക, അതിനെന്താ പറയുക, ഒരു ഫ്ലോ, ഒരു കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി പോലെ അതിങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് പോയി സ്ട്രീം ചെയ്താൽ മതി, ബാക്കി അവർ ചെയ്തോളും, ഞാനൊന്നും ചെയ്യേണ്ട തൊപ്പിക്ക് കാര്യമില്ല. എന്തോരം ഫാൻ പേജ്, എനിക്ക് തോന്നുന്നു തൊപ്പി എല്ലാ ഫാൻ പേജിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. സപ്പോർട്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഇല്ല. അധികം ഇപ്പം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ റിയാക്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്ത പോലെ ആക്കിയിട്ട് ഫേക്ക് റിയാക്ഷൻ എന്ന് പറയും. അതായത് ഞാൻ വേറെന്തോ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്ത ക്ലിപ്പിങ്ങിൻ്റെ എൻ്റെ തല മാത്രം കട്ട് ചെയ്തിട്ട് വേറൊരു വീഡിയോൻ്റെ താഴെ കൊണ്ടുപോയിട്ട് വെക്കും. അതായത് ഞാൻ റിയാക്ട് ചെയ്ത ക്ലിപ്പല്ല അത്, ഞാൻ വേറെന്തോ കാര്യത്തിന് റിയാക്ട് ചെയ്ത എക്സ്പ്രഷൻ ഇടുന്നത് വേറൊരു വീഡിയോൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയുണ്ട്. അപ്പം ഫാൻ പേജുകളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, കുറേ ആൾക്കാർ ഇങ്ങനെ ഫേക്ക് റിയാക്ഷൻ്റെ സംഭവം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുമല്ലോ. പക്ഷെ എന്നാലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ് അല്ലേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് ക്ലാഷ് പബ്ജി ഓഫ് ആണ്. ക്ലാൻസിന് മുന്നേ മിനി മിലിഷ്യ, ക്ലാഷ് ഓഫ് ക്ലാൻസ്, അതെ. പിന്നെ പബ്ജി. ലൈക്ക് ഗെയിമിങ്ങിലേക്കൊരു ഇഷ്ടം തോന്നാൻ കാരണം എന്താ? ഗെയിമിങ്ങിലേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി വീണു പോയതാണ്. കാരണം ഫ്രണ്ട്സ് ഒന്നിച്ചാരും ഇല്ലാത്തവർ ഓട്ടോമാറ്റിക്കലി ഗെയിമിലേക്ക് വീണ് പോകും. അതങ്ങനെയാണ്. ഇപ്പം ഞാൻ ഗെയിം കളി കുറവാ മീൻസ് മുന്നത്തേന് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. മുന്നേന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സോ ആരും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വേറെ ഒരു വഴിയില്ല. എന്തെങ്കിലും ഒരു ഫീൽഡിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, ഗെയിം എന്ന് പറയുമ്പോൾ ഗെയിമിൻ്റെ അകത്ത് കുറേ ഫ്രണ്ട്സിനെ കിട്ടും നമുക്ക്, ഓൺലൈൻ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗെയിമിലേക്ക് ഇതാകുന്നത്. ആദ്യം ക്ലാഷ് ഓഫ് ക്ലാൻസ്, അതിൽ ക്ലാനിൽ കുറേ ഫ്രണ്ട്സ്, അങ്ങനെ ലൈറ്റ് അങ്ങനെ ഓൺലൈനിലാണ് ഞാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി തുടങ്ങുന്നത്. അങ്ങനെ
പിന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസിന് ശേഷം പല ഗെയിമിങ്ങും കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പം പബ്ജിയിൽ. ലൈക്ക് ഇപ്പം സ്ട്രീമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പം തൊപ്പീനെ കണ്ട് ഒരുപാട് പേര് സ്ട്രീം ചെയ്യുന്നു, അതുപോലെ തൊപ്പി ഒരാളെ കണ്ടിട്ടായിരിക്കുമല്ലോ തൊപ്പിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം വേറൊരാളാണ്. പക്ഷെ എൻ്റെ സ്ട്രീമിങ് ആദ്യം തുടങ്ങിയതിൻ്റെ ഇൻസ്പിറേഷൻ മൊത്തം ഐഷോ സ്പീഡിനെ അറിയോ ഐഷോ സ്പീഡിൻ്റെ കണ്ടിട്ടാണ്. ഐഷോ സ്പീഡിൻ്റെ ഒരു കറക്റ്റ് റെപ്ലിക്ക മലയാളത്തിലേക്ക് കൊണ്ടുവരാന്നുള്ള ലെവലിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ക്യാരക്ടർ വേറെ എന്തെല്ലാം രീതിയിലേക്ക്, അത് മലയാളത്തിലേക്ക് ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല മലയാളീസിന് ഇഷ്ടപ്പെടുന്നത്, പല രീതിയിലായി. പിന്നെ ഞാൻ ആ ഫ്ലോയിൽ വെച്ച് അങ്ങ് പോയി. പിന്നെ എവിടെയെങ്കിലും എന്തെല്ലോ രീതിയിലായി. സ്റ്റാർട്ടിങ് ഐഷോ സ്പീഡിന് വേണ്ടിയിട്ടാണ് ഇൻസ്പിറേഷൻ കംപ്ലീറ്റ്ലി. ഇപ്പം ആ ഞാൻ ചെയ്ത ബാഡായിട്ട് ആൾക്കാർ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ ചെയ്ത ബാഡ് കാര്യങ്ങൾ മൊത്തം ഐഷോ സ്പീഡിനെ കോപ്പി അടിച്ച് ചെയ്തതാണ്. അല്ലാണ്ട് ഞാൻ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു മോശം കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതല്ല. ആ സമയത്ത് ഐഷോ സ്പീഡ് കാണിക്കുന്നത് ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള ഭ്രാന്തം കളിയാണ്. അപ്പം അതുപോലെ ഞാൻ കളിക്കണം എന്നുള്ള ആ ഒരു മനസ്സിലായി. അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ വെച്ചാൽ സ്ട്രീമിങ് തുടങ്ങാനുള്ള കാരണം ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഫസൽ എൻ്റെ ഒന്നിച്ചുണ്ടായിരുന്ന ഫ്രണ്ട്, അവൻ സൂയിസൈഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം വന്നത്. മീൻസ് ഇങ്ങനൊരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ മോട്ടിവേറ്റഡ് ആയിട്ട് പെട്ടെന്ന് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങിയതല്ല. ഞാൻ ഡിപ്രഷൻ അടിച്ച് സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങിയതാണ്. അതായത് വേറെ ഒന്നും ചെയ്യാനില്ലാണ്ട് ഇത് എന്തെങ്കിലും ലൈഫിൽ ചെയ്യണം എന്നുള്ള ഇതിൽ അങ്ങനെ അത്രയും മനമെടുത്തിട്ടാണ് ഞാൻ സ്ട്രീമിങ്ങിലേക്ക് വരുന്നത്. സ്ട്രീമിങ്ങിലേക്ക് വന്നതിന് ശേഷം അതിൽ ഭയങ്കര എന്തൊക്കെയോ ഹോപ്പ്, സന്തോഷങ്ങൾ വരുന്നു, കുറേ ഹാപ്പിനെസ് അതിൽ കിട്ടാൻ തുടങ്ങിയപ്പം പിന്നെ അതിൽ നിന്ന് മാറിയതാണ്. അല്ലാണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് സ്ട്രീമിങ് തുടങ്ങിയതല്ല. പിന്നെ ഇവൻ പോയതിന് ശേഷം, കാരണം ഇവനായിരുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആള്. പിന്നെ ഇവൻ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര കുറേ വർഷം ഞാൻ ഇങ്ങനെ ഉള്ളിൽ തന്നെ ഇരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഒരു കണക്കിന് ഓൻ കാരണമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഞാൻ ഇറങ്ങൂലായിരുന്നു. ഓക്കെ, അപ്പം തൊപ്പിയാണെങ്കിൽ കൂടുതലും ഇപ്പോൾ സ്ട്രീമിങ്ങിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത് ഇങ്ങനെ ലൈക്ക് ഇപ്പം ചാറ്റിൽ ആൾക്കാർ പറയുന്നത് അനുസരിച്ചല്ലേ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം ലൈക്ക് അതൊക്കെ അന്ന് ചെയ്തോർത്തിട്ട് റിഗ്രറ്റ് ഉണ്ടോ? ചാറ്റ് പറയുന്നത് കേട്ട് ചെയ്യാന്നുള്ളത് ഒരു സ്ട്രീമറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണത്. മീൻസ് ഒരു സ്ട്രീമർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്ട്രീമർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ സ്ട്രീം ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്ളോഗ് ചെയ്താൽ പോരെ. ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളാ പരിപാടിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കമൻസ് വരിക. ലൈവ് എന്ന് പറഞ്ഞാൽ ഓൺ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കമൻസ് വരും. അതായത് ഞാനിപ്പം സമയത്ത് 3 മണിക്കാണ് ഞാനിപ്പോൾ ലൈവ് ഇടുന്നെങ്കിൽ ഈ 3 മണിക്ക് തന്നെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് കാണുന്ന ആൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് നോക്കിയിട്ട് ഞാൻ അയാൾ പറയുന്ന പോലെ ചെയ്യണം. അത് ഒരു സ്ട്രീമറിൻ്റെ റെസ്പോൺസിബിലിറ്റി. അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ബോറിങ് ആവില്ലേ. അപ്പം ഞാൻ അങ്ങനെ ഒരു റൂള് വെച്ചതാണ്. സ്ട്രീമിങ് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് ഞാൻ അങ്ങനെ ഒരു റൂള് വെച്ചതാണ്. ഈ ഓഡിയൻസ് ചാറ്റ് എന്ത് പറഞ്ഞാലും ചെയ്യാന്നുള്ള ഒരു റൂള് വെച്ചതാണ്. ഓക്കെ, അപ്പം അന്ന് തൊപ്പിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് തൊപ്പിയുടേന്ന്. എന്ന് പറഞ്ഞു എന്നോട് സംസാരിച്ചപ്പോഴല്ല, ഫസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ. പഴയ ഇന്റർവ്യൂ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാന്ന് പറഞ്ഞു. ഞാൻ ഇന്റർവ്യൂ കാണാപ്പാടം പഠിച്ചേക്കാം, അതുകൊണ്ടാ പറയാണ്. അല്ല, ഞാൻ അങ്ങനെ ദേഷ്യം വരുന്ന ആളെന്നല്ല, ഗെയിമിലായിരിക്കും. അതെ, ഗെയിമിൽ ദേഷ്യം വരും എനിക്ക്.